നമസ്കാരം. ഇതൊരു മരുമകനെ അമ്മായിയമ്മനെ ഭാര്യൻ്റെ അനിയത്തിനെയും കളിച്ച സംഭവമാണ്. ഇതിലാരും എൻ്റെ ശരി തെറ്റുകൾ പറഞ്ഞ് ഇങ്ങോട്ട് ചാടാൻ വരണ്ട. ഈ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. എത്ര വലിയ പുണ്യാളന്മാരായാലും പുണ്യാളത്തുകളായാലും ഈ സംഭവങ്ങൾ ചെയ്യാത്തവരൊന്നുമില്ല. പറയുമ്പോൾ പറയും ഞാൻ അത്തരക്കാരിയല്ല, ഞാൻ അങ്ങനത്തെ ആളല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയാം. ഇതൊരു വീട്ടിലെ മരുമകൻ എന്ന് പറയുന്നത് പാവപ്പെട്ട വീട്ടിലെ മരുമകൻ സ്ത്രീധനമൊന്നും വാങ്ങാണ്ട് ഇവനൊരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ച പെണ്ണ് സംസാരിക്കില്ല, ചെവിയും കേട്ടൂല. അപ്പോൾ ഇവന് ആദ്യമേ തന്നെ എങ്ങനെ ഒരു വികലാംഗന അങ്ങനത്തെവരൊക്കെ കല്യാണം കഴിക്കണം, അവർക്ക് സ്നേഹം കൊടുക്കണം, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളാണ്. ഇവൻ്റെ വീട്ടിൽ രണ്ടാനമ്മ, ഇവൻ്റെ ഫാദർ വേറെ പെണ്ണ് കിട്ടിയതാണ്, ഇവൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ ഇവന് ഒരു രണ്ടാം കിട പൗരനാണ്. അപ്പോൾ ഇവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി, ഭാര്യ വീട്ടിലാണ് ഇവൻ കൂടുതലുണ്ടാവുക. ഇവൻ്റെ പണി എന്ന് പറഞ്ഞാൽ പന്തൽ പണി എന്ന് പറഞ്ഞാൽ കല്യാണ പന്തലൊന്നുമല്ല, ഈ സ്റ്റേഡിയത്തിൽ ഗാലറി കിട്ടലേ. അവർ പ്രസിഡൻറ്റ് ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പോണ്ടല്ലോ റോട്ടിൽ ബാരിക്കേഡ് കെട്ടൽ, പന്തൽ പണിയുണ്ട്. എപ്പോഴും പണി ഉണ്ടാവില്ല, പണിക്ക് പോയാൽ നല്ല കൂലിയുണ്ട്. അപ്പോൾ ഇവന് വെള്ളമൊന്നും അടിക്കില്ല, കിട്ടുന്ന പൈസ സേവ് ചെയ്യും. നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഇവന് വേറൊരു പ്രത്യേകത ഉണ്ട്, അസലായിട്ട് പാട്ട് പാടും. ഒരു മലയാളം പാട്ട് യേശുദാസ് പാടിയത്. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ആ പാട്ടിൻ്റെ വരികൾ വരണില്ല. അതിമനോഹരമായിട്ട് ഇവൻ പാടുമെന്ന് പറഞ്ഞാൽ എന്ത് ഫങ്ഷനും എന്തൊരു സഭയിലൊക്കെ ഇവനോട് പാടാൻ പറഞ്ഞാൽ ഈ ഒരു പാട്ടേ പാടുള്ളൂ. വേറൊരു പാട്ട് ഇവൻ പാടണ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അസലായിട്ട് കറക്റ്റ് പിച്ച്, നല്ല സൗണ്ട് ഓക്കെ. അപ്പോൾ ഈ ഭാര്യ വീട്ടിൽ അമ്മയും ചെറുപ്പക്കാരി, അത്ര വയസ്സെത്തിയൊന്നുമല്ല, അനിയത്തി ഡൈവേഴ്സാണ്. അവൻ കഞ്ചാവും വെള്ളമടിച്ച് ഒരു 5-6 മാസം ജീവിച്ചപ്പോൾ ഒഴിവാക്കി വിട്ടതാണ്. നിയമപരമായിട്ട് കാര്യം തീർത്തു. അപ്പോൾ ഇവൻ ഈ കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിലാണ് താമസം, നല്ലോണം നോക്കും. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്, സ്വന്തം മോനെപ്പോലെ എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ത്യാഗം ചെയ്തേക്കണ്ട. അപ്പം ഈ പണക്കാരുടെ വീട്ടിലൊക്കെ നല്ല സ്ത്രീധനം കൊടുത്തിട്ടൊക്കെ ഏതെങ്കിലും ഊതറ വന്ന് കിട്ടും, പണം മോഹിച്ചിട്ട്. ഇത് പൈസ ഇല്ല, ഒന്നുമില്ല, സംസാരിക്കില്ല, ചെവി കേൾക്കില്ല. അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ നല്ലൊരു മനുഷ്യൻ തന്നെ. ഇവൻ്റെ അടുത്ത് വേറെ ദുസ്വഭാവങ്ങളൊന്നുമില്ല. പക്ഷേ സംഭവങ്ങൾ മാറി മറിയണമെന്ന് വെച്ചാൽ ഇവൾക്ക് പ്രസവമായി. ഇപ്പോൾ 7 മാസം മുതൽ ഒന്നും ചെയ്യേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, പരിപാടിയൊന്നും എടുക്കരുത്, എന്തൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ പ്രസവം കഴിഞ്ഞാൽ 3 മാസം, ടോട്ടൽ 6 മാസം. ഇവനാകെ എൻ്റർടൈൻമെൻറ്റിൽ ഇതാണ് പരിപാടിയാണ്. അപ്പോൾ അമ്മായിയമ്മക്ക് ഇതറിയും, തൊടാൻ പാടില്ല. പക്ഷേ ഇവർ ഒരുമിച്ച് ആ കിടക്കണൊക്കെ ചെയ്യണം. പക്ഷേ ഇവനൊന്നും ചെയ്യൂല, കാരണം ഇവൻ അത്ര കഠിന ഹൃദയമൊന്നുമില്ല. പക്ഷേ ഇവന് വേറൊരു കുഴപ്പമുണ്ട്, ഇവൻ അമ്മായിയമ്മേൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് മണക്കലും സ്വന്തം അമ്മനോടുള്ള ഇതൊന്നുമല്ല. അതായത് മറ്റൊരു രീതിയിൽ തള്ളനെ കാണൽ തുടങ്ങി. ആദ്യമേ ചിലപ്പോൾ മനസ്സിലുണ്ടാവും, തള്ള ഇത് വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ തള്ളേൻ്റെ ഡ്രസ്സ് ബ്രേസിയറൊക്കെ എടുത്ത് മണത്ത് നോക്കും, എവിടെയെങ്കിലും വാഷ് ചെയ്യാനൊക്കെ എടുത്ത് വെച്ചാൽ അത് നോക്കിയിട്ട് അതേപോലെ വെക്കും. ഇവൻ്റെ ചെറിയൊരു ആഗ്രഹം, ഓരോ മനുഷ്യനും ഓരോ തരത്തിലല്ലേ. അവൻ്റെ അമ്മയൊന്നുമല്ലല്ലോ, അമ്മായിയമ്മല്ലേ. ഇവന് വികാരമുണ്ട്. അതിന് വേറൊരു പ്രശ്നമുണ്ട്, ഇവൻ്റെ ഭാര്യയ്ക്ക് പറയാനോ ചെവി കേൾക്കില്ലല്ലേ. ഇവനൊരു കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞാൽ അതിന് റിപ്പിളൊക്കെ കിട്ടാൻ ഇവനൊരു ആഗ്രഹം ഉണ്ടല്ലോ, ഇതൊരു ഊമ പെണ്ണല്ലേ. അപ്പം ചിലപ്പോൾ ഈ നല്ലൊരു പെണ്ണിനെ കളിക്കണമെന്ന് അവന് മോഹം ഉണ്ടായിട്ടുണ്ടോ. അമ്മായിയമ്മക്ക് ഇവൻ്റെ ഇത് മനസ്സിലായാലും തുടങ്ങി. അപ്പോൾ ഇവളെ ഡെലിവറിക്ക് ഏകദേശം അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ഈ അനിയത്തി ആശുപത്രിയിൽ ചിലപ്പോൾ അമ്മ ഇവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ദിവസം അമ്മ ചോദിച്ചു,
നീ എന്നെ മറ്റേതെങ്കിലും കണ്ണുകൊണ്ടാണ് കാണണത്, എനിക്ക് പല പ്രവൃത്തികളും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം, എനിക്ക് വല്ലാണ്ട് ആഗ്രഹമുണ്ട് നിങ്ങളെ, ഒരുപാട് മോഹമുണ്ട്, പിന്നെ നിങ്ങളോട് ചോദിക്കാൻ അങ്ങനെ ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. നിങ്ങൾക്കറിയില്ല എൻ്റെ വൈഫിനോട് തിരിച്ചെന്തെങ്കിലും പറയുക, ഒന്നുമില്ലാത്ത മൂകമായിട്ടുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ തമ്മിൽ. ഒരു മിണ്ടിയും പറഞ്ഞൊക്കെ ഒന്ന് അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് പറയും. ഒരു കുഴപ്പമില്ല പറയും. അന്ന് രാത്രി കള്ള കുളിച്ചൊരുങ്ങി വന്നു. ഇവൻ്റെ മുമ്പിൽ നല്ല മാക്സിയും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മാക്സി, അതിൻ്റെ ഇടയിൽ ഷെഡ് ഒക്കെ തെളിഞ്ഞ് കാണുന്ന രീതിയിൽ വന്നു. ഇവനെ റൂമിൽ ക്ഷണിച്ച് ഇവർ ഔദ്യോഗികമായിട്ട് അന്ന് രാത്രി നല്ലവണ്ണം കളിച്ചു. ആ ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വരണവരെ ഇതേ പരിപാടിയാണ്. പിന്നെ 3 മാസം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഗവൺമെൻറ് സ്കൂളിൽ ഇവർക്ക് ഹാൻഡിക്യാപ്ഡ് ആണല്ലോ, ഇവള് ഭിന്നശേഷിയ PTCM എന്ന് പറഞ്ഞ തസ്തികയിൽ അടിച്ച് വരുന്ന പണി. ഉച്ച കഴിയുമ്പോൾ ജോലി തീരും, പക്ഷേ വീട്ടിലെത്തുമ്പോൾ 3 മണിയൊക്കെ ആവും. അപ്പോൾ കുഞ്ഞിനെ അമ്മ നോക്കും. അപ്പോൾ അവളെ ജോലിയിൽ പ്രവേശിച്ച് അപ്പോൾ രാവിലെ ഇവള് പോയാൽ പിന്നെ ഉച്ച വരെ സേഫാണ്. അസൽ കളി തുടങ്ങി. കാരണം തള്ളേൻ്റെ അമ്മായിമ്മേൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 20 കൊല്ലമായിട്ടുണ്ട്. അവരെ ആരെക്കൊണ്ടും പേര് ദോഷമൊന്നും കേൾപ്പിച്ചിട്ടില്ല. അവർ മുഴുവൻ പട്ടിണിയിലായിരുന്നു. അവർക്കും നല്ലൊരു എൻജോയ്മെൻറ്റ്. 20 കൊല്ലമായിട്ട് അടഞ്ഞു കിടക്കണ വാതായനങ്ങളൊക്കെ തുറന്ന് ഇവർക്ക് നല്ല അടിമരുവാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നും ഒരു 10-11 മണിക്ക് 12 മണിക്കൊക്കെ ഇവർ കളിയാണ്. അപ്പോൾ ഈ തള്ള വേറൊരു കാര്യം ചെയ്തു. ഫസ്റ്റ് പരിപാടി എടുത്ത പിറ്റേ ദിവസം ഇവർക്ക് ഭയങ്കര കുറ്റബോധം വന്നിട്ട് അപ്പോൾ ഈ ഇളയ മോളും തള്ളയൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഈ തള്ളക്ക് മരിക്കണമെന്നൊക്കെ തോന്നിയിട്ട് ചെറിയ മോളോട് പറഞ്ഞിങ്ങനെ ഒരു സംഭവം നടന്നു, എനിക്ക് ഞാൻ ജീവിക്കണം എന്നില്ല, വഞ്ചിച്ച് ഞാൻ എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞു. അപ്പം ചെറിയ മോള് തള്ളനെ ഉപദേശിച്ച്, ഇതിൽ വഞ്ചനൊന്നുമില്ല, നിങ്ങൾ കുറേ കാലമായില്ലേ ഒറ്റയ്ക്ക് ജീവിക്കണം, ഞങ്ങളൊക്കെ ഇത്രയും പോറ്റി വളർത്തില്ലേ, അളിയനും ഉണ്ടാവില്ലേ ഒരു മിണ്ടിയും പറഞ്ഞൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്, ചേച്ചി മിണ്ടൂലല്ലോ, അതാരോടും പറയണ്ട, കുറ്റബോധമൊന്നും വേണ്ട പറഞ്ഞ് തള്ളനെ സമാധാനിപ്പിച്ച് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. ഈ പറയുമ്പോൾ ചില ആൾക്കാരെ ഇത് വിശ്വസിക്കില്ല. ചില തള്ളയ മക്കൾ ഇതിലും വലുത് ഡിസ്കസ് ചെയ്യലുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല. മക്കളങ്ങനെ തള്ളന്മാരും എന്തും തുറന്ന് പറയണ ചില ബന്ധങ്ങളുണ്ട് തള്ളയും പെൺമക്കളും തമ്മിൽ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ മോളുടെ ജനിച്ച കുട്ടീനെ അഡ്മിറ്റാക്കി. അപ്പം പോയതാരൊക്കെ? കുട്ടീൻ്റെ അമ്മ ഏതായാലും പോകണമല്ലോ, അമ്മായിയമ്മ ആസ്പത്രിയിൽ. അങ്ങനെ രാത്രി ഈ മരുമോനും അനിയത്തി മാത്രം വീട്ടിലായി. അതാണ് ഈ സാഹചര്യങ്ങൾ ചില പണികൾ പറ്റിയത്. അങ്ങനെ ഇവർ രാത്രി നല്ല ഫുഡ് ഇയാൾ പുറത്തുനിന്ന് കുറച്ച് എന്തൊക്കെ സ്പെഷ്യലൊക്കെ വാങ്ങി വന്ന് ഇവർ കഴിച്ച് 10 മണിയായി 11 മണിയായി. അപ്പോൾ ഇയാളോട് ഇവള് ചോദിച്ചു, നിങ്ങൾ കിടക്കാനില്ല ചോദിച്ചു. ഞാൻ കിടക്കണില്ല, എനിക്ക് ഉറക്കം വരണില്ല. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കും വരണില്ല. എന്നാൽ നീ ഇങ്ങോട്ട് പോരും, നമുക്ക് രണ്ടാക്കും വർത്താനം പറഞ്ഞ് ഇവിടെ കിടക്കാറ്. ഈ മരുമകൻ്റെ കട്ടിൽ അനിയത്തി വന്ന് കിടന്ന് ഇവരെ സംസാരിച്ച് കുറേ പറയും. ലാസ്റ്റ് എവിടേക്ക് എത്തുമെന്ന് നമുക്കറിയാതെ സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ചോദിച്ചു, നിൻ്റെ ഭർത്താവ് പോയി കഴിഞ്ഞിട്ട് നിനക്ക് എല്ലാ ആഗ്രഹങ്ങളൊന്നും ഇല്ലേ ഒക്കെ ചോദിച്ചപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ള അവസരങ്ങളില്ല, ചാൻസില്ല, ഇനി ഒരാളെ പരീക്ഷിക്കാൻ ഞാനില്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ച്, എന്നാൽ നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞൂടെ? പറഞ്ഞ് ഈ മകള് ഇവനോട് ചോദിക്കുകയാണ്, നിങ്ങളും എൻ്റെ അമ്മയായിട്ടുള്ള സംഭവം എനിക്കറിയാം. ഫസ്റ്റ് ദിവസം അമ്മ എന്നോടാണ് പറഞ്ഞത്, അമ്മ മരിക്കാൻ പോവുകയാണ്, തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത്, ഇതൊക്കെ സാധാരണയാണ്,
നിങ്ങൾ ഇത്രയും കൊല്ലമായിട്ട് ഒറ്റക്ക് കഴിഞ്ഞതല്ലേ, വികാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആരോടും പറയണ്ട, അല്ലെങ്കിൽ അമ്മ ഇപ്പം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും ഇവരായിട്ട് ഭയങ്കര കമ്പനിയായി. അടുത്ത് കുറച്ചും കൂടി ചേർന്ന് കിടന്ന് ഇവർ കിസ് ചെയ്യൽ തുടങ്ങി. ഇവളുടെ മേൽ വസ്ത്രങ്ങളൊക്കെ അഴിക്കാൻ തുടങ്ങി. അപ്പം എന്താ, അതിമനോഹരമായിട്ടുള്ള ഷഡ്ഡി ബ്രേസിയറൊക്കെയാണ് ഇട്ടേക്കണം. ആദ്യമേ പ്ലാൻ ചെയ്താണ് വന്നത്. അന്ന് രാത്രി അവർ തമ്മിൽ ഒരു 3 പ്രാവശ്യം ബന്ധപ്പെട്ടു. അപ്പം ഇവളും കല്യാണം കഴിഞ്ഞ് പണി അറിയുന്ന പെണ്ണാണല്ലോ. ഈ മരുവാനെ നല്ലോണം സൂപ്പിച്ച്, ചേച്ചിയുടെ ഭർത്താവല്ലേ. പിന്നെ ഇയാളിങ്ങനെ ഒരു ത്യാഗം ചെയ്ത മനുഷ്യനാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം ഇയാളോടുണ്ട്, ഒരു സ്നേഹം. ഇവള് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടി എടുത്ത്. അതിന് ശേഷം എന്താ ഉണ്ടായെന്നറിയാം, തള്ളേ മകളും തമ്മിൽ ഇയാളെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇതെങ്ങനെ ഞാനറിഞ്ഞെന്ന് വെച്ചാൽ, ഈ മരുവന് ഞാനായിട്ട് നല്ല പരിചയം. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ആളാണെന്ന് അവർക്കറിയാം. ഇവൻ എന്നോട് ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യണം, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് മാനസികമായിട്ട്, ഞാൻ ചെയ്യണത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിയണില്ല, എൻ്റെ മൈൻഡ് ഭയങ്കര അപ്സെറ്റായി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാറുണ്ട്. സംസാരിച്ചപ്പോഴാണ് ഈ സംഭവം പറയണത്. എൻ്റെ സ്വഭാവം അറിയാമല്ല, ഞാൻ പറയും ഇതിലൊന്നും ഒരു തെറ്റില്ല. ഒരു മിണ്ടാൻ വയ്യാത്ത പെണ്ണിനോടൊക്കെ ഒരു റൊമാൻസ് പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് പലതും പെണ്ണിനോട് പറയാനുണ്ടാവും. അത് കേൾക്കുമ്പോൾ അവർക്കൊരു ഫീൽ ഉണ്ടാവും. അതേപോലെ അവരിങ്ങോട്ട് പലതും പറയും, അത് കേൾക്കുമ്പോൾ നമ്മൾക്കൊരു ഫീൽ ഉണ്ടാകും. അതൊന്നുമില്ല, അവിടെയൊക്കെ ബ്ലാങ്കാണ്. എന്നിട്ടും നീ അവളെ സ്നേഹിച്ച് നല്ല പൊന്നുപോലെ നോക്കണം. അത് കണ്ടിട്ടാണ് ഈ അമ്മായിയമ്മേൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അവർ 20 കൊല്ലമായിട്ട് വികാരം അടക്കി. വികാരം എന്താണെന്ന് അവർ അറിയാഞ്ഞിട്ടല്ല, മക്കളെ വളർത്തുമ്പോൾ ചിലപ്പോൾ ആ വികാരമൊക്കെ മറന്നു പോകും. അങ്ങനെ ജീവിച്ചതാണ്. നിൻ്റെ ഓരോ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മണത്ത് നോക്കണം, അവർ സഡ്ഡി ഒക്കെ മണക്കണുണ്ടപ്പോൾ അവർക്ക് നിനക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ നിനക്ക് തരാൻ 100 വട്ടം സമ്മതമാണ്. അങ്ങനെ തന്നതാണ്. പിന്നെ അനിയത്തി, അവൾ പുറത്ത് പോയി ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച 4 ആളെ അറിയൂലേ, പ്രശ്നമാണ്. അപ്പം എല്ലാത്തിനും ഒരാളായിട്ട് നിന്നെ അവർ കണ്ടു. പിന്നെ ഭാര്യനെ വഞ്ചിക്കണം, വഞ്ചന കിഞ്ചനൊന്നും ഈ പരിപാടി കേസിലില്ല. നീ അന്തസ്സായിട്ട് കിട്ടിയ ചാൻസിന് കളിച്ചു കൊടുക്കുക. കിട്ടുമ്പോഴേ കിട്ടുള്ളൂ, ലൈഫ് ഒരിക്കലേ ഉള്ളൂ. അല്ലാണ്ട് ഇത് കുറ്റബോധ തേങ്ങാകല അണ്ടിയാണ് പറയും. നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ട് ചേച്ചി, എന്ത് പറയും, നരകത്തിൽ വിശ്വാസം ഉണ്ട് ചേച്ചി, എന്ത് പറയും. അന്ന് നീ നരകത്തിലല്ല പോവുക, നീ സ്വർഗത്തിലേ പോവുള്ളൂ. കാരണം എന്താ, നീ പുണ്യപ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കേൾക്കണ ഒരു ബന്ധം എന്നെ തെറി പറയാം. കാരണം ഇത്തരം ബന്ധങ്ങളെ പറ്റി മാത്രമാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞത്. ഇതൊക്കെ എല്ലാ സംഭവമാണ്. കാരണം ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് കുറേ മക്കളുണ്ടാക്കി, അവർക്ക് മക്കളുണ്ടാക്കി, ഇതൊരു സംഭവമല്ലല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപൂർവ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കണത്, ഇല്ലാത്തതൊന്നുമല്ല. എന്നെ തെറി പറയാൻ ആൾക്കാർ വരും, കളഞ്ഞിട്ട് പോടേ എന്നൊക്കെ പറയും. ഇതിലും വലുത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്.